അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ അപ്പൊ പറഞ്ഞേക്ക് കേരളം എങ്ങനെയുണ്ട്? കേരളം നല്ല രീതിക്കാൻ പോകുന്നു. 90% കേരളം നല്ല രീതിക്കാൻ പോകുന്നു. അത് UDF കാരനായോണ്ടാണോ? പെരിഷൻ നല്ല ഭരണം മേടിക്കുന്നത് ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ UDF താഴ്ന്നു പോവോ, തകഞ്ഞു പോവോ? പ്രതിപക്ഷ നേതാവായിട്ട് താഴെ ഇറക്കണം. ഇറക്കണോ? അതിന്റെ കാര്യം എന്നാ? അത് അങ്ങനെ ആയിട്ടോ, ഗുണ്ടാശല്ല, വേറെ ഒന്നുമില്ല. എം പി പോകുന്നതിനും എം പി ഇടക്കാണ് ഈ മറ്റേ ബ്രാൻഡില്ലേ, ബ്രാൻഡി ബാറൊക്കെ പിടിച്ച് കാശ് കൊള്ളടിച്ചോണ്ട് കൊണ്ടുപോകുന്നത്. ബാർ കൂടുതൽ പ്രവർത്തിച്ചെന്നാണ് പറഞ്ഞത് LDF സർക്കാർ. അപ്പൊ ഞാൻ ചോദിക്കണമല്ല, മുഖ്യമന്ത്രി നയിക്കുമല്ലോ ഇപ്പൊ നിലവില്. അപ്പൊ അതിൽ നിന്ന് എന്നാണ് പോരായ്മകൾ എന്നാ ഉള്ളതില്? പോരായ്മ ഒന്നുമില്ല, നല്ല ഇതാ. അത് LDF-നോട് ഒരു വിരോധം കൊണ്ട് പറയണാണോ അപ്പച്ചൻ? LDF അല്ല, ഞാൻ പറഞ്ഞ LDF-കാരോട് വിരോധം ഉള്ളതുകൊണ്ട് പറയണാണോ? വിരോധം ഒന്നും ഉണ്ടായിട്ടല്ല. നല്ല ഭരണം അല്ല, നല്ല ഭരണം. 10 വർഷത്തെ ഭരണം ഉണ്ടായിരുന്നു. 10 വർഷത്തെ മറ്റുള്ള പോക്കറ്റ് കിടക്കുന്ന കാശും കൊള്ളടിച്ചോണ്ട് പോവുക. അത് സത്യം. കുറിച്ചോണ്ട് മാധവത്തെ മുറിക്കമ്മ അമ്മയെ സത്യം. മുറിക്കമ്മടിക്കുക പോക്കറ്റ് കിടന്ന് മുഴുവൻ കൊള്ളടിച്ചോണ്ട് പോവുക. പാങ്ങൾ പാട്ട് പണ്ടല്ല, മഴക്കാലത്ത്. ഇപ്പം അതില്ല. കാലത്ത് നല്ല സൂപ്പർ ഭരണമായിരുന്നു അച്ഛൻ പാട്ട്. ഈ പിണറായി കഴിയുമ്പോൾ മുഴുവൻ കൊള്ളടിച്ചോണ്ട് പോവുക. പിണറായി കയറിയപ്പോൾ കേരളം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുണ്ട്, ശരിയാണോ? പിണറായി വന്ന പിന്നെയാണ് കേരളം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എങ്ങനെ രക്ഷപ്പെടും? ഏത് രീതിക്ക് രക്ഷപ്പെടുന്നു പറ? ഏത് രക്ഷപ്പെടുന്നു പറ? കോവിഡ് സമയങ്ങളിലും ഏത് പട്ടം വന്നാലും കോവിഡ് സമയത്ത് എല്ലാവരും സഹായിക്കും. ഏത് പാട്ട് വന്നാലും സഹായിക്കും. അത് പിണറായിക്ക് പ്രത്യേകം ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഒരു സഹായം ചെയ്തില്ലെന്നാണ് പറഞ്ഞു വന്നത്. എന്റെ സഹായം ചെയ്യിക്കുന്നത് കുറെ രക്ഷാധി വന്നിട്ട് വരാറുണ്ട്. ആർക്കും വേണ്ട പച്ചരി രക്ഷാധി വന്നിട്ട് വരാറുണ്ട്. എന്നെ പിണറായി ചെയ്യുന്നത് ഞങ്ങൾ ലോട്ട് വയ്ക്കുന്ന കാശും പൊടിച്ചോണ്ട് മദ്യത്തിൻ്റെ കേസിട്ടാണ് അറിയാം. മദ്യം മറ്റേ നല്ല ബീര് കൂടെയുള്ള മദ്യം 80% ബീരിയുള്ള വരാണ്ടിയാണ്. ഞാൻ 40 മുഴുവൻ പോക്കറ്റ് തടിപ്പണിക്കാരും ഈ തടിപ്പണിക്കാർ മറ്റുള്ള കച്ചവടക്കാരും മുഴുവൻ പ്രാഗുവാണ്. പിണറായി വിജയനെ കൊള്ളടിച്ചോണ്ട് പോവാ മദ്യത്തിൻ്റെ കാശും മുഴുവൻ. അപ്പോൾ ഇപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിപ്പോൾ പൊറുതിമുട്ടുവല്ലോ പറയണേ. സത്യം പൊറുതിമുട്ടുക അല്ല ഇപ്പൊ, കാരണം ഇപ്പൊ UDF കയറിയല്ലോ. UDF നല്ല പാട്ട്, നല്ല കാഴ്ച, നല്ല പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞേക്ക് ഭരണത്തെ കയറിയ പിന്നീട് ഞാൻ പറയണ ഭവിഷ്യത്തെ പറഞ്ഞു. സൗജന്യയാത്രയെ പറ്റി എന്നാ പറയാം? സർക്കാർ കൊണ്ടുവന്ന സർക്കാർ നല്ല രീതിക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ഓവറല്ലത്. ഓവറല്ല, പാവങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അല്ല, പാവങ്ങളല്ലല്ലോ കൂടുതൽ കയറണത്, ജോലിക്കാരല്ലേ കൂടുതൽ. ജോലിക്കാർ അത് വേറെ കാര്യം പറയാം. ജോലിക്കാർക്ക് ഭയങ്കര ശമ്പളമുള്ള പാർട്ടിയാണ്. അത് കട്ട് ചെയ്ത് മൊത്തത്തില് കൊടുത്തേക്കണത്. മൊത്തത്തിലല്ല അല്ലെന്നേ. പക്ഷെ അതായത് ജോലിക്കാര്, സർക്കാർ ജോലി ഉള്ളവരും നല്ല 10-40,000 80,000 രൂപ 50,000 രൂപ ഉള്ളവരൊക്കെയാ ബസ്സിൽ കയറുന്നത്. പാവപ്പെട്ട ആൾക്കാരൊന്നും പകുതി പേര് കയറുന്നില്ല. അതല്ല, അപ്പൊ പിന്നെ എന്നാ ഇതിലൊരു ഭയങ്കര ശമ്പളമുള്ള ആൾക്കാരുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് വിട്ടാ. അത് കട്ട് ചെയ്യണ്ടില്ലല്ലോ. അത് കട്ട് ചെയ്യേണ്ട. അതെ എന്റെ അഭിപ്രായം. അതെ ഞാൻ പെഡീഷൻ ഞാൻ 100 കാലം കയ്യിൽ പിടിച്ച് പറയുന്നത്. പെഡീഷൻ നല്ല മന്ത്രിയാ. നല്ല മന്ത്രിയാ. അതാ ഇത് സർക്കാർ ജോലിക്കാർ കട്ട് ചെയ്ത് വിടണം ശമ്പളമുള്ളത്. അവർക്ക് ശമ്പളം പിന്നെ എന്തിനാ ബസ് കയറ്റുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ നിയമം കൊണ്ടുവന്നല്ലേ? അങ്ങനെ നിയമം കൊണ്ടുവരണം. എന്നെ കുറിച്ചുകൊണ്ട് മാധവ സത്യം നല്ല അഭിപ്രായം. പിണറായി ആയിട്ട് താരതമ്യം ചെയ്യാൻ നല്ല പിണറായി നല്ല VD സതീശനും പിണറായി ആയിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എന്നെ ഔദ്യോഗികമായിട്ട് അപ്പച്ചൻ എന്നാ പറയാനുള്ളത്? ഔദ്യോഗികമൊന്നുമില്ല. പിണറായി വിജയന്റെ കാശിന് കൊള്ളിയാലോ? ഇല്ല. പാവങ്ങളുടെ പാട്ട് അത് പണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പാവങ്ങളുടെ പാട്ട് അത് തിരിച്ചില്ല. പാവങ്ങളുടെ പാട്ട് അത് ഒരു കാര്യമില്ല. അത് പണ്ടായിരുന്നു. ആ പാട്ട് പോയി. അത് അപ്പച്ചന്റെ ഏത് സമയത്തായിരുന്നു? അച്യുതാനന്ദൻ ഇരുന്ന സമയത്താണ്. അച്യുതാനന്ദൻ നല്ല പാട്ടാണ് പാടിച്ചത്. ആണല്ലേ? അച്യുതാനന്ദൻ പാട്ടല്ലേ പിണറായി ഭരിക്കുന്നത്. അച്യുതാനന്ദൻ ഡീസൽ നല്ല പാട്ടാണ് പാടിയത്. പാവങ്ങൾക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നത്. ഇപ്പൊ പിണറായി തന്നെ മറ്റേ കുണ്ടാശാല വേറൊന്നുമില്ല. തമാശ പറയില്ല.
ആണോ? അപ്പൊ നല്ലത് പറയാനില്ല ഇതില്. നല്ലതൊന്നും പറയാനില്ല. ഇല്ല, അത് ഇതിനോട് വിരോധമുള്ളതുകൊണ്ട് പറയണാണോ? അല്ല, വിരോധം ഒന്നും ഉണ്ടായിട്ടല്ല. നല്ലൊരു രാഷ്ട്രീയമാണെങ്കിൽ ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ലേ? ഒരു കാര്യം പറയാനിരിക്കില്ല. ഇല്ല, നല്ല മൊത്തത്തിൽ കറക്കി കളഞ്ഞോ? മൊത്തത്തിൽ ഇഷ്ടമല്ലെന്നാണോ ഈ LDF ഭരണം ഇഷ്ടമല്ലെന്നാണോ പറയണത്? LDF ഭരണം കുഴപ്പമില്ല, ഇത് കൂടെ പരിപാടി കാണിക്കുന്നില്ല. ഈ 10 വർഷം പരിപാടി കാണിച്ചോണ്ടാണ് അപ്പച്ചൻ ഇല്ലേ? കുഴപ്പമില്ലായിരുന്നു. അത് ഒരു കുഴപ്പമില്ല. അല്ല, കഴിഞ്ഞ 5 കൊല്ലം കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടുള്ളതല്ലേ അത് ഈ പിണറായി വിജയൻ അടിക്കുന്നത് പാങ്ങോട്ട് എന്നെ ഉപകാരം ചെയ്യുന്നത്, കുറെ പെൻഷൻ തന്നിട്ട് എന്നാ പരിപാടി കാണിക്കുന്നത്? അപ്പച്ചൻ പെൻഷൻ കറക്റ്റായിട്ട് കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അടച്ചു കൊടുക്കുന്ന പൈസ എനിക്ക് കിട്ടുന്നത്. ഞാൻ ഒന്നാമത്തെ ലോട്ട് കച്ചവടമാണ്. അല്ല, അടിച്ചു കൊടുക്കുന്ന പൈസ പെൻഷൻ തരുന്നത്. നല്ലത് കണ്ട നല്ലത് പറയണം, പറയണം. നമ്മളൊരു ഔദ്യോഗികമായിട്ട് ഒരാളോട് പറയാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഭാര്യക്കൊന്നുമില്ല. ഞാനൊരു പക്ഷമുള്ള ആളല്ല, എന്നാലും LDF ഭരണം നല്ലതുണ്ട്, എന്നാൽ മോശം അവസ്ഥയുണ്ട്. ഇപ്പൊ മോശമായിട്ട് കഴിഞ്ഞ 2ാം പാട്ടത്തേക്ക് ഇപ്പൊ മോശമായിട്ട് വരയ്ക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നല്ലാതെ ഓക്കെ. പാങ്ങൽ പാർട്ടി അതാ പണ്ടത് 7 വർഷമായിരുന്നു. 5 വർഷമാണ് പാവങ്ങളുടെ പാർട്ടി ഏതായിരുന്നു? 7 വർഷമായിരുന്നു നമ്മുടെ വർഷങ്ങൾ മുമ്പ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പാവങ്ങളൊരു പാർട്ടിയാന്ന് പറഞ്ഞു. അച്ഛൻ ഇപ്പൊ നല്ല പാട്ടായിരുന്നു. അവിടെ വരെ ഉണ്ടായിരുന്നു. ഇല്ല, ഏകാധിപത്യ ഭരണമായിരുന്നു. ഒന്നുമില്ല. ഞാൻ ആർക്കും കൊണ്ടിട്ടാ ഇവർക്ക് ഉണ്ടായിരുന്നില്ല പറഞ്ഞില്ല. അച്ഛൻ കേസുണ്ടല്ലോ, കെട്ടി തൂക്കി 3 ദിവസം പഴക്കോട്ട് ചെന്ന് ഇരിക്കുക. അറിയാം, വെള്ളം പോലെ കൊടുക്കാം, കെട്ടി തൂക്കി അറിയാം. എന്തൊരു ഭരണം ഇപ്പോൾ മരിക്കുന്നത്. എല്ലാം ഒരു നല്ലൊരു ഭരണം വീണ്ടും നല്ല ഭരണം എവിടെ ആരെ കാണിച്ചു വെക്കുന്ന? ഈ തുടർ ഭരണം ഇനി വരുമോ? UDF കയറി വരുമോ? തുടർ ഭരണം UDF കയറി വന്നാൽ ഞാൻ ആണോ? പറ്റല്ലാതെ സത്യം പറഞ്ഞ അപ്പച്ചന്റെ പാർട്ടി ഏതാ? സത്യം പറഞ്ഞ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് മാറ്റിയ പാട്ടാ. ഇപ്പൊ പണ്ട് പോയി ചൊല്ലി പറഞ്ഞിരിക്കും. ആണോ? അതല്ല വെറുക്കാൻ കാരണം വെറുക്കാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയാന്ന് പറഞ്ഞല്ലോ. അത് പണ്ട് അത് ഏത് വർഷമായിരുന്നു? ഏത് അതിൽ നിന്ന് വർഷങ്ങൾ മുമ്പുള്ള ഓർണം ആണോ? പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം എന്നായിരുന്നു? വിട്ടു നിൽക്കാൻ പാട്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെന്നാൽ കൈമാറ്റി കാണും. നമ്മളൊരു കാര്യം കൈമാറി പറഞ്ഞില്ല. ഇതിക്കോട്ട് TV വാർത്ത അതുകൊണ്ട് പറഞ്ഞു കാണിക്കുന്നത്. ലോകം പോലും പൊറിക്കാൻ തോന്നണം. എന്തൊരു പറഞ്ഞ ഇമാരെ കൂടെ നിൽക്കുന്നവർക്ക് ഉണ്ടായതല്ല, വേറെ ഒന്നുമില്ല. അതുപോലെ സിത്താൻ്റെ കേസ് 3 കെട്ടി തൂക്കി പറഞ്ഞു, വെള്ളം പോലും കൊടുക്കാതെ കെട്ടി തൂക്കി. അതുപോലെ ഒത്തിരി കേസുണ്ട്. എനിക്ക് ഓർമ്മക്കുറവാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാറ്. എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് പാവങ്ങൾക്കാൾ പണ്ടായിരുന്നു. പാവങ്ങളുടെ പാട്ട് പണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കേരളം രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. കേരളം രക്ഷപ്പെട്ടെന്നാണ്. ഇപ്പൊ കേരളം നന്നായിട്ട് കീഴിൽ പോകുന്നത്. ആണോ? പിന്നല്ല, ഉറപ്പാണോ? ഉറപ്പാ. അപ്പൊ നോക്കാം, നമുക്ക് 2 മാസമല്ലേ ആയുള്ളൂ. 190 ഉറപ്പാ. ആണോ? ഓക്കെ.